ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നമ്മുടെ നഴ്സസ്മാരുടെ സമരം ഇന്നത്തെ വാർത്താപ്പകലിൽ നിറഞ്ഞു നിന്ന തലക്കെട്ടായിരുന്നു. അതിൽ തികച്ചും ക്രൂരമായ നിലപാടുകളാണ് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രി സമരക്കാരോട് സ്വീകരിച്ചത്. ജൂനിയർ നഴ്സുമാരെ ആശുപത്രിയിൽ പൂട്ടിയിടുന്നതും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നതും നമ്മൾ കണ്ടു. 2 പേരെയാണ് ഇന്ന് അകാരണമായി ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയത്. കടുത്ത പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പുറത്താക്കൽ നടപടി മരവിപ്പിക്കാൻ ഒടുവിൽ മാനേജ്മെന്റ് തയ്യാറായി. ഈ കണ്ടത് സമരം ചെയ്യാനെത്തിയ ഒരു നേതാവിനെ ആശുപത്രി ജീവനക്കാരൻ പുറത്താക്കുന്ന വീഡിയോ അല്ല. എന്റെ പുറകിൽ കാണുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഉടമ KG അലക്സാണ്ടർ UNA നേതാവിനെ ആക്രമിക്കുന്നതും പുറത്താക്കുന്നതുമായ വീഡിയോ ആണ്. സമരത്തിനിറങ്ങിയവരെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, കയ്യേറ്റം ചെയ്യാനും ആശുപത്രി ഉടമയിൽ നിന്ന് നീക്കമുണ്ടായി. ഈ UNA നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയും നഴ്സുമാരെയും അവിടുത്തെ MDയുടെ നേതൃത്വത്തിൽ ഗുണ്ടകൾ ആക്രമിക്കുന്നത് നിങ്ങളെല്ലാം ആ വിഷ്വൽ കണ്ടതായിരിക്കും. വളരെ രാഷ്ട്രീയത്തോടു കൂടിയാണ് ആ ഡോക്ടർ അലക്സാണ്ടർ നഴ്സുമാരോട് പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മനോഭാവങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും നഴ്സുമാർ അടിമകളില്ലെന്നും തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഷേധ മാർച്ച്. അതിലും തീർന്നില്ല. രാവിലത്തെ സംഭവം ക്ഷീണമായെന്ന് മനസ്സിലാക്കിയതോടെ സമരക്കാർ 24 മണിക്കൂറിനകം ഹോസ്റ്റൽ വിടണമെന്ന അന്ത്യശാസനം. ഇനി താമസവും വേണ്ട, ഭക്ഷണവും വേണ്ടെന്ന ആശുപത്രി. 24 മണിക്കൂറിനകം ഇറങ്ങാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പകരം ഈ മെസ് അതുപോലെ തന്നെ മെസ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളോട് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ഹോസ്റ്റലിൽ ഒരു 200ഓളം ആളുകൾ ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയും ആളുകൾ എന്ത് ചെയ്യുന്നുള്ളൊരു ആശങ്കയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ ഒരു മെസ്സേജ്, ഒരു ഗ്രൂപ്പിൽ വാർഡൻ ഇട്ടൊരു മെസ്സേജ് മാത്രമാണ് ഇത്. പിന്നെ നമ്മളിനി അവിടെ ചെന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നില്ല മനസ്സിലാവും. അവിടം കൊണ്ടും തീർന്നില്ല ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ പ്രതികാരം. സമരത്തിനിറങ്ങിയ 2 നഴ്സുമാരെ പിരിച്ചുവിട്ടതായി കാണിച്ച് ഇരുവർക്കും നോട്ടീസ് നൽകി. പിരിച്ചുവിടാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. പിന്നീട് BJP നേതാക്കൾ നടത്തിയ ചർച്ചയിൽ തീരുമാനം മരവിപ്പിച്ചു. ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിട്ട നടപടിയും പിൻവലിച്ചു. ഞങ്ങൾക്ക് കാണണം ഏത് ഗുണ്ടകളാണ് നഴ്സുമാരെ തടയുന്നതെന്ന്, ആരാണ് ഞങ്ങളെ പ്രതിരോധിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണണം. ശക്തമായ പ്രക്ഷോഭം തന്നെ ഇത്തരം കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് മുന്നിലുണ്ടാകും. ഞങ്ങൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ മുന്നിൽ കിടന്നുറങ്ങും. ഒരു സംശയം വേണ്ട. ഹോസ്റ്റലുകൾ തുറന്നില്ലെങ്കിൽ റോഡിൽ തന്നെ കിടന്നുറങ്ങാൻ ഞങ്ങൾ തീരുമാനിക്കും. തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ആശുപത്രിക്കുള്ളിലേക്ക് പ്രതിഷേധവുമായി എത്തിയ BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാതെ ആരും ജോലിക്ക് കയറില്ലെന്നതാണ് UNAയുടെ നിലപാട്. ആയിരക്കണക്കിന് രോഗികളാണ് ഇതോടെ ദുരിതത്തിലാകുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ജീവനക്കാർക്കുമൊക്കെ വേതനം നൽകാൻ പ്രയാസപ്പെടുന്ന ഒരു ആശുപത്രിയല്ല സമീപകാലത്ത് ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനി ഏറ്റെടുത്ത ബേബി മെമ്മോറിയൽ ആശുപത്രി. പകലന്തിയോളം കഷ്ടപ്പെടുന്നതിനുള്ള മാന്യമായ വേതനമാണ് അവർ ചോദിക്കുന്നത്. അത് നൽകാൻ ആശുപത്രി മാനേജ്മെന്റ് തയ്യാറാകണം. അനൂപ് എസ് നായർക്കും അജി കുഞ്ഞുമോനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.